റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നേരെ ക്ലാസ്സിലേക്ക് പോകാം. വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ക്ലോറിനാണ് വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള രണ്ടാമത്തെ മൂലകമാണ് ക്ലോറിൻ. അതുപോലെ ഓക്സീകരണം മുഖേനയാണ് ക്ലോറിൻ ബ്ലീച്ചിങ് പ്രവർത്തനം നടത്തുന്നത്. ഐസ് ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന വാതകമാണ് അമോണിയയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയത് ജോസഫ് ബ്ലാക്ക് ആണ്. സ്വാമി വിവേകാനന്ദൻ്റെ ആത്മീയ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യസമാജം സ്ഥാപിച്ചതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടു. ദ്രാവക രൂപത്തിലുള്ള ലോഹം മെർക്കുറിയാണ്. ദ്രാവക രൂപത്തിലുള്ള അലോഹം ബ്രോമിൻ. ഖരാവസ്ഥയിലുള്ള ഹാലജനാണ് അയഡിനാണ് ഖരാവസ്ഥയിലുള്ള ഹാലജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലോഹമാണ് ലിഥിയം. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ആറ്റോമിക നമ്പർ 1 ആണ്. കേരളത്തിൽ നടപ്പിലാക്കി വന്ന ജനകീയാസൂത്രണ പരിപാടിയുടെ ഉപജ്ഞാതാവ് EMS ആണ്. 1994 മുതൽ കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പദ്ധതിയുടെ പ്രാദേശിക നാമമാണ് ജനകീയാസൂത്രണം. 1996 ആഗസ്റ്റ് 17 ജനകീയാസൂത്രണം നിലവിൽ വന്നത്. 1996 ആഗസ്റ്റ് 17 ജനകീയാസൂത്രണം നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രിയാണ് C. അച്യുതമേനോൻ. ദ്രാവകങ്ങളുടെ ക്വഥനാങ്കം അളക്കുന്ന ഉപകരണം ഹൈപ്സോമീറ്റർ ആണ് ദ്രാവകങ്ങളുടെ ക്വഥനാങ്കം അളക്കുന്ന ഉപകരണം. ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നു. ഉയർന്ന ഊഷ്മാവ് അളക്കുന്ന ഉപകരണം പൈറോമീറ്റർ ആണ്. ഉയർന്ന ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണ്. ഫാത്തോമീറ്റർ സമുദ്രങ്ങളുടെ ആഴം അളക്കുവാൻ ഉപയോഗിക്കുന്നു. സമുദ്രങ്ങളുടെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്നത് ഫാത്തോമീറ്റർ ആണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എഴുതിയ മഹാൻ ആര്? ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എഴുതിയ മഹാൻ ആരാണ്? ദാദാഭായ് നവറോജി. ഇദ്ദേഹം ജനിച്ചത് 1825 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനും ദാദാഭായ് നവറോജി. വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. വന്ധ്യവയോധികൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്രത്തിൻ്റെയും പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്രത്തിൻ്റെയും പിതാവായി അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോഖലെയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ലാലാ ലജ്പത് റായ് ആണ്.
മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല് ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല് ഫീമർ. ഏറ്റവും ചെറിയ അസ്ഥി മധ്യകർണത്തിലെ അസ്ഥി സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. മനുഷ്യൻ്റെ കഴുത്തിൽ എത്ര അസ്ഥികളുണ്ട്? 7. മനുഷ്യൻ്റെ കഴുത്തിൽ 7 അസ്ഥികളുണ്ട്. മനുഷ്യൻ്റെ തലയോട്ടിയിൽ 22 അസ്ഥികളാണുള്ളത്. മനുഷ്യൻ്റെ തലയോട്ടിയിൽ 22 അസ്ഥികളുണ്ട്. കരളിനെ ബാധിക്കുന്ന രോഗം മഞ്ഞപ്പിത്തം. മനുഷ്യൻ്റെ കരളിനെ ബാധിക്കുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം. തലച്ചോറിനെയും സുഷ്മിനെയും ബാധിക്കുന്ന രോഗം മെനിഞ്ചൈറ്റിസ്. തലച്ചോറിനെയും സുഷ്മിനെയും ബാധിക്കുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ്. കുടലിനെ ബാധിക്കുന്ന രോഗം ടൈഫോയിഡ്. ടൈഫോയിഡാണ് കുടലിനെ ബാധിക്കുന്ന രോഗം. ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന രോഗം ന്യൂമോണിയ. ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന രോഗമാണ് ന്യൂമോണിയ. കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലോക്കോമ. കണ്ണിനെ ബാധിക്കുന്നൊരു രോഗമാണ് ഗ്ലോക്കോമ. റബ്ബർ പാൽ ഘനീഭവിക്കാൻ വേണ്ടി ചേർക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. റബ്ബർ പാൽ ഘനീഭവിക്കാൻ വേണ്ടി ചേർക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ്. ഉറുമ്പുകൾ സ്രവിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ്. ഉറുമ്പുകൾ സ്രവിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ്. ഓറഞ്ചിലും നാരങ്ങയിലും അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. ഓറഞ്ചിലും നാരങ്ങയിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡാണ് വായുവിൽ പുകയുന്ന ആസിഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന അമ്ലം സൾഫ്യൂറിക് ആസിഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന അമ്ലം സൾഫ്യൂറിക് ആസിഡ്. ചരിത്രപ്രസിദ്ധമായ ദണ്ഡിയാത്ര നടന്നത് ഏത് വർഷമാണ്? 1930. ചരിത്രപ്രസിദ്ധമായ ദണ്ഡിയാത്ര നടന്നത് 1930-ലാണ്. ജാലിയൻ വാലാബാഗ് സംഭവം നടന്ന വർഷം 1919. ജാലിയൻ വാലാബാഗ് സംഭവം നടന്നത് 1919-ലാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം 1928. 1928-ലാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചത്. 1942-ലാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942.